ആളുകളുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ ദേ ടെൻ ടു റീഇൻറ്റർപ്രറ്റ് ദെയർ പാസ്റ്റ്. മുമ്പ് നടന്ന കാര്യങ്ങൾ അവരതിനെ എപ്പോഴും അപ്പോൾ അന്ന് ഇൻ്റർപ്രറ്റ് ചെയ്ത പോലെ ആയിരിക്കില്ല, അതിനൊന്നും കൂടെ ഒന്ന് വേറെ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ലെയറായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു റൈറ്റ് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ എപ്പോഴും റീക്രിയേറ്റ് ചെയ്യണതാണല്ലോ. നമ്മുടെ സമൂഹത്തിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ അവർ ഒരു പിക്ചർ ഫോമാറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ആഡ് ഫോമാറ്റിലേക്കോ അല്ലെങ്കിൽ നോവൽ ഫോമാറ്റിലേക്കോ സ്ക്രിപ്റ്റായിട്ടോ കൺവേർട്ട് ചെയ്യണം. ഇറ്റ്സ് നത്തിങ് ന്യൂ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഈ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എങ്ങനെയൊക്കെ പോകേണ്ടതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ നോൺ ലീനിയറായിട്ട് ഇപ്പോഴത്തെ ഒട്ടുമിക്ക സിനിമകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ ലൈക്ക് ബാഹുബലി ആദ്യം കാണിച്ചിട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണിച്ചിട്ടാണ് സെക്കൻഡ് പാർട്ടിൽ ആക്ച്വലി അതിൻ്റെ ബിഗിനിങ്ങാണ്. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ആദ്യം കാണിച്ചു തൊട്ടിട്ട് അവസാനത്തേക്ക് കൊണ്ടുവരല്ല ചെയ്തത്. സംഭവിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ പിറകിൽ എന്താണെന്നുള്ളത്, കട്ടപ്പ് എന്താണെന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ കാണിക്കുന്നത്. ഈവൻ ദുരന്തർ 1 and 2 ഫസ്റ്റ് പാർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യം, സെക്കൻഡ് പാർട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ. അതിൽ തന്നെ കുറേ ഫ്ലാഷ് ബാക്കും കാര്യങ്ങൾ വരുമ്പോൾ എന്തായി, അത് നോൺ ലീനിയറായി. ലീനിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു ഫ്ലോ പോലെ. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്യുമ്പോൾ ആളുകൾ അതിലെന്താ ചെയ്യുന്നത്, ആ ക്രിയേറ്ററുടെ കൂടെ തന്നെ ആളുകളുടെ മനസ്സ് സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ആളുടെ മനസ്സിൻ്റെ കൂടെയാണ് അവരുടെ അനുവാചകർ, അല്ലാന്നുണ്ടെങ്കിൽ ആ റീഡേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സ്, ഇവരെപ്പോഴും കൂടെ കൊണ്ടു നടക്കുകയാണ്. ഒരു പുറകോട്ട് പോകുമ്പോൾ ഇവരും പുറകോട്ട് പോകും, തിരിച്ച് റിയാലിറ്റിയിലേക്ക് കറണ്ട് സിറ്റുവേഷനിലേക്ക് വരും, ഇങ്ങോട്ട് വരും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോവാണ്.